ഹോഡോപീഡിയസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂസ് എപ്പിസോഡാണ് കേട്ടോ ഇത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സിരുവാണി എക്കോ ടൂറിസമാണ്. ഈ ഒരു പ്ലേസിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇത് ഓപ്പൺ ആയ ടൈമിൽ നമ്മൾ ഇട്ടിട്ടുള്ളൊരു വീഡിയോ ആണ്, പോയി കാണാം കേട്ടോ. അപ്പം നമ്മൾ സിരുവാണി എക്കോ ടൂറിസത്തിലേക്ക് കിടക്കണേന് മുൻപായിട്ട് ഈ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ വന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ 3 ബാച്ചായിട്ടാണ് നമുക്ക് ഇവിടെ എൻട്രി ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് 9:30, പിന്നെ 12, 9, 12, 2:30 അങ്ങനെയാണ് ടൈമിങ് വരുന്നത്. അതായത് 5 പേര് വണ്ടിക്ക് 2000 രൂപ. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്, അപ്പോൾ അത് നിങ്ങൾ റെഫർ ചെയ്താൽ ഒന്നും കൂടെ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അപ്പോൾ ഈ ഒരു സമ്മറിൽ പോകാണിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഇവിടെ ഏതൊരു ടൈമിലും ഈ ഒരു ഗ്രീനറി ഇവിടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. നമ്മുടെ കൂടെ ഇവിടെ നിന്ന് ഈ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഒരു ഗൈഡും നമ്മുടെ ഈ വണ്ടിയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പനകളൊക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാണുന്നില്ലേ ഇങ്ങനെ വലിയ വലിയ പന, ഇതൊക്കെ ഡൈനോസറിൻ്റെ കാലത്തുള്ള പനകളാണെന്നൊക്കെ നമ്മുടെ ഗൈഡ് ചേച്ചി നമുക്ക് പറഞ്ഞു തന്നായിരുന്നു കേട്ടോ. അങ്ങനെ പോണ വഴിയിലുള്ള ഫസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നതാണ് ഒരു വ്യൂ പോയിൻറ്റ്. അപ്പോൾ ഈ ഒരു വ്യൂ പോയിൻ്റ് ഞാൻ മുന്നേ പോയ വീഡിയോ ഒന്ന് എടുത്തേക്കുന്നതാണ്. ഇപ്രാവശ്യം പോയപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ഇറങ്ങിയ കാരണം ഇവിടെ ഇറങ്ങിയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല അത്യാവശ്യം നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ലൊക്കേഷനാണ് ഈ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ രണ്ടാമത്തെ ലൊക്കേഷനൊന്നുമില്ല. ഈ പോണ വഴികളൊക്കെ നല്ല അടിപൊളി വഴികളാണ്, ഫുൾ നല്ല എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന വഴികളാണ്. അങ്ങനെ നമുക്ക് പോണ വഴിയിലായിട്ട് നമ്മുടെ ഫോറസ്റ്റ് ഓഫീസ് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ശിങ്കപ്പാറ മോഡൽ ഫോറസ്റ്റ് സ്റ്റേഷൻ. അത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാട്ടിലൂടെയുള്ള നല്ലൊരു ഡ്രൈവാണ് കേട്ടോ. നല്ല അടിപൊളി കാടാണ്, നല്ല എന്താ പറയുക, ഫോറസ്റ്റ് ഡ്രൈവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ മോസ്റ്റ്ലി വെൽക്കം. നമ്മൾ വീണ്ടും പോണ വഴി നമ്മുടെ സിരുവാണി ഡാമിലോട്ട് വീണ്ടും എത്തിയിട്ടാണ്. പണ്ടത്തെ പോലെയല്ല, നമ്മളിപ്പോൾ വന്നപ്പോൾ വെള്ളം ഒരുപാട് കുറവാണ് കേട്ടോ. അങ്ങനെ ആ ഒരു വ്യൂ പോയിന്റ് കണ്ടു കഴിഞ്ഞ് നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ശിരുവാണി ഡാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ സ്റ്റിൽ ഗ്രീനറി നിങ്ങൾക്ക് കാണാൻ പറ്റും, പക്ഷേ നമ്മൾ മുന്നേ വന്നത്തേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ വെള്ളം കുറവാണ്. അപ്പോൾ ഇത് ഈ ഒരു ഡാമിൽ നമ്മുടെ ഏഷ്യയിൽ തന്നെ സെക്കൻഡ് പ്യുവർ വാട്ടർ ഉള്ള ഒരു ഡാമാണ്. അത് കാരണം കൊണ്ടാണ് ഇത് ഇത്രയും ഒരു പ്യുവറസ്റ്റ് വാട്ടറാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സിരുവാണി ഡാം എന്ന് പറയുന്നത്. നമ്മുടെ കൂടെ സുനിത ചേച്ചി കണ്ടിട്ടുണ്ട്, നമ്മുടെ ഗൈഡായിട്ട്. ചേച്ചി എല്ലാ കാര്യങ്ങളും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ചേച്ചിയുടെ സുനിത ചേച്ചി. ഇടവിട്ട് മഴ കിട്ടുന്ന കാരണം കൊണ്ട് ശിരുവാണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. കാരണം നല്ല ഫോഗും പിന്നെ കുറച്ചും കൂടെയൊക്കെ പച്ചപ്പൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെയല്ല ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത്. ഒരു അടിപൊളി ആംബിയൻസ് ആണ്. സുനിത ചേച്ചി നമുക്ക് ഇവരുപയോഗിക്കണ ഈ വള്ളികളായിട്ട് ഉപയോഗിക്കുന്ന ചെടികളൊക്കെ നമുക്ക് അതിൻ്റെ സ്പെഷ്യാലിറ്റീസൊക്കെ പറഞ്ഞു തരാണ്. ഈ ഒരു ടൂറിസം കൊണ്ട് ഏറ്റവും പ്രയോജനം ഉണ്ടായിരിക്കുന്നത് ഇവർക്കാണ് കേട്ടോ. ഇവരുടെ ഒരു വരുമാന മാർഗ്ഗമായിരുന്നു പ്രത്യേകമായിട്ട് ഈ ശിരുവാണി ടൂറിസം പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അത് നല്ല സക്സസ് ആയിട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ദ ഹൈലൈറ്റ് ഓഫ് ദ ശിരുവാണി ഇക്കോ ടൂറിസമാണ് നമ്മുടെ ഈ ഒരു കേരള മേഡ് ട്രക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നമ്മുടെ ലാസ്റ്റ് വീഡിയോ എന്ന് എടുത്തേക്കുന്നതാണ്. അപ്പോൾ കേരള മേഡ് ട്രക്കിങ് ഇപ്പോൾ ഈ ഒരു പച്ചപ്പ് അവസ്ഥയും നല്ല ഫുൾ ഫോഗായിട്ടുള്ള അവസ്ഥയാണ്. ഏകദേശം ഒരു കിലോമീറ്ററിന് ഒരു 1.5 കിലോമീറ്ററോളം ഉണ്ട്. ഒരു 1.5 മണിക്കൂർ കൊണ്ടൊക്കെ നമ്മൾ കയറി അതിനും 1.5-2 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് കയറി കണ്ടിറങ്ങാനൊക്കെ പറ്റും. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺസ്. പിന്നെ മഴ പെയ്യണ സമയത്താണെങ്കിൽ ഇവിടെ നിറച്ചട്ടയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ അട്ടേനെ എന്താ പറയുക മെരിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഉപ്പോ സാനിറ്റൈസറൊക്കെ കയ്യിലെടുത്തിട്ട് വരാം. കാരണം അതുമാതിരി അട്ടയായിരുന്നു ഇവിടെ. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ അട്ട അത്രയും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇച്ചിരി വെയിലൊക്കെ അടിക്കുമ്പോൾ മുകളിൽ ഈ ഒരു പോർഷനിലായിട്ട് അട്ട ഉണ്ടായിരുന്നില്ല.
പക്ഷേ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അമ്മാതിരി വ്യൂ ആണ് കേട്ടോ. ആ ഒരു അത്രയും ഇച്ചിരി ഒരു മീഡിയം ലെവൽ ഓഫ് ട്രക്കിംഗ് ആണ്. ആ കയറി വന്ന ക്ഷീണമൊക്കെ ഈ ഒരു ഒറ്റ വ്യൂ കൊണ്ട് ഇല്ലാണ്ടാവും എന്ന് പറയില്ലേ, അമ്മാതിരി വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ശിരുവാണി ഇക്കോ ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റാണ് ഈ ഒരു കേരള മേട് ട്രക്കിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ കേരളമേട് ട്രക്കിങ് നമുക്ക് സമയമെടുത്തായിരിക്കും, അത്യാവശ്യം കുറച്ച് സമയമെടുക്കും. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു വാട്ടർ അതോറിറ്റിയുടെ ഒരു പോർഷൻ ഉണ്ട്, അവിടെ നിന്ന് നമുക്കൊരു ഡാമിൻ്റെ ഒരു കാച്ച്മെൻറ്റ് ഏരിയയിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും. ആ ഒരു പോർഷൻ കുറച്ച് അടിപൊളിയാണ്. മഴ സമയത്തായാലും നല്ല രസമുള്ളൊരു ആ ഒരു നല്ല രസമാണ്. പിന്നെ അവിടെ നമുക്ക് ആ ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റും. പക്ഷേ നമുക്ക് വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങാനൊന്നും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഈ വഴിയാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വേ എന്ന് പറയുന്നത്. മഴ സമയത്താണെങ്കിൽ ഒത്തിരി കൂടെ നല്ല അടിപൊളിയായിരിക്കും. നമ്മളിവിടെ വരുന്നതിന് മുൻപ് ഞാൻ ക്യാമറയും കൊണ്ട് വരുന്നതിൻ്റെ മുൻപായിട്ട് ഇവിടെ 2 മയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിമൽ സൈറ്റിങ്ങും ഇവിടെ അത്യാവശ്യം ആയിട്ടുണ്ട്. ഈ ഒരു ശിരുവാണി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസാണ്. അറ്റ് ദ സെയിം ടൈം നമുക്കിവിടെ ശിരുവാണിക്കകത്ത് നമുക്കൊരു പാട്ടിയാർ ബംഗ്ലാവും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റേക്ക് പറ്റിയൊരു ഓപ്ഷനാണ് നമ്മുടെ വൈൽഡ് വാടി റിസോർട്ട് എന്ന് പറയുന്നത്. ഞങ്ങളവിടെ സ്റ്റേ ചെയ്തിരുന്ന നല്ല കിടിലൻ സ്റ്റേ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് ഇത് കാണുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടു നോക്കാം. അപ്പോൾ ഒത്തിരി കൂടെ നമുക്കൊന്ന് റിലാക്സ്ഡ് ആയിട്ടൊന്ന് കാര്യങ്ങളൊക്കെ കാണാനൊക്കെ പറ്റും. അപ്പോൾ ഇത്രയ്ക്കാണ് ഞങ്ങളുടെ ഈ ഒരു യാത്രയിൽ കണ്ടു എന്ന് പറയുന്നത്. അതിനുശേഷം ഞങ്ങൾ നമ്മുടെ സുനിത ചേച്ചിയുടെ വീട്ടിലോട്ട് ആക്കി. അവരുടെ ഒരു ഏരിയയാണ്. ഞങ്ങൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ സ്ഥലങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ ബൈ ഫ്രം ഹോഡോ പേഡീസ്.